നിയോഗത്താലി ഭാഗം 36. കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ അമർത്തി അടിച്ചു നവീൻ. എന്നാലും ആ ഡാഷ്മോള് രക്ഷപ്പെട്ടു പോയല്ലോ. അമർഷമടക്കാനാവാതെ പൊട്ടിത്തെറിച്ചവൻ. നീ ഒന്ന് അടങ്ങ് നവീ. ഡെന്നി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നവീന് പക്ഷേ ദേഷ്യം അടങ്ങുന്നില്ല. കൈപ്പിടിയിൽ നിന്നും സച്ചു വഴുതിപ്പോയതോർക്കുമ്പോൾ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കനത്ത ശ്വാസത്തിൽ ഉയർന്നു താഴുന്ന നെഞ്ച് അവൻ്റെ ദേഷ്യത്തിൻ്റെ തോത് എടുത്തു കാണിക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലാവില്ല ഡെന്നി. എൻ്റെ പേരൻസ്, അവർക്ക് ഞാൻ നല്ല പുത്രനായിരുന്നു, കോളേജിലെ മോസ്റ്റ് എലിജിബിൾ സ്റ്റുഡൻറ്റും. ആ എൻ്റെ ഇമേജാണ് അവൾ തകർത്തത്. എൻ്റെ റിലേറ്റീവ്സിൽ ആരും എന്നെ ഒന്നും വിളിക്കുക കൂടി ചെയ്യുന്നില്ല. എല്ലാത്തിനും ഉപരി എൻ്റെ ഡ്രഗ് സപ്ലൈ, അതിലൂടെ നേടുന്ന പണം, എല്ലാം അവൾ ഒരുത്തി കാരണമില്ലാതായി. വിടില്ല ഞാൻ അവളെ, അനുഭവിപ്പിക്കും. ഈ നവ്യ പറയുന്ന അവളെ ഇഞ്ചിഞ്ചായി കൊല്ലും ഞാൻ. അടക്കാനാവാത്ത ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി നവീൻ. നീ ഞാൻ പറയുന്നതൊന്ന് അനുസരിക്കുന്ന നവീ. ആദ്യം നിൻ്റെ ഹെൽത്ത് ഓക്കെ ആവട്ടെ, എന്നിട്ട് കൊടുക്കാം അവൾക്ക്. അതുവരെ നീ ഒന്നും ചെയ്യരുത്. ഇപ്പം തൽക്കാലം ബോസിൻ്റെ കണ്ണിൽ പെടാത്തൊരു സ്ഥലത്തേക്ക് മാറാം. ഇപ്പോൾ തന്നെ നടന്നതൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യം സേഫ് സോണിലെത്താം, എന്നിട്ട് പ്ലാൻ ചെയ്യാം നമുക്ക്. നീ വണ്ടി വിട് നവീൻ. ഡെന്നി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായ നവീൻ കനത്തിലൊന്ന് മൂളിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു ദൂരം കാറ് മുൻപോട്ട് നീങ്ങിയപ്പോൾ നവീനിൻ്റെ പുതിയ നമ്പറിലേക്ക് ഒരു കോൾ വന്നു. റിങ് കേട്ട് ഡെന്നി ഫോൺ എടുത്തു നോക്കി. മുന്നിൽ തെളിയുന്ന നമ്പറിൽ ഡെന്നിയുടെ കണ്ണുകൾ ഉറച്ചു നിന്നു. നവീ, അയാൾക്ക് എങ്ങനെ നിൻ്റെ പുതിയ നമ്പർ കിട്ടി? ഫോണിൽ തെളിയുന്ന നമ്പർ നവിയെ കാണിച്ചവൻ. ആ സിമ്മൂരി കളനി, അപഹാസ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാർ അതിവേഗം പായിച്ചവൻ. മണിക്കൂറുകൾക്ക് ശേഷം കാർ കേരള ബോർഡർ കടക്കുമ്പോൾ നവീനിൽ കാലനെ തോൽപ്പിച്ചവൻ്റെ ക്രൗര്യം മാത്രം നിറഞ്ഞു നിന്നു. ബെഡ്റൂം ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ റൂമിൽ സച്ചുവില്ല. ബാഗും ഫോണും ഒക്കെ അലസം ബെഡിൽ കിടപ്പുണ്ട്. ബാത്റൂമിൽ നിന്ന് വീഴുന്ന ശബ്ദത്തിൽ നിന്ന് അവൾ ഉള്ളിലാണെന്ന് മനസ്സിലായി. ബെഡിൽ കിടക്കുന്ന സച്ചുവിൻ്റെ ബാഗും ഫോണും എടുത്ത് ടേബിളിൽ വെച്ചു. വീണ്ടും ബെഡിൽ വന്നിരുന്നു. സച്ചുവിൻ്റെ പ്രതികരണമോർത്ത് മനസ്സ് പിടയ്ക്കുന്നുണ്ട്. വെറുക്കപ്പെടും, ശക്തമായ വാക്കുകളാൽ ചോദ്യം ചെയ്യപ്പെടും, അവഗണിക്കപ്പെടും. എല്ലാത്തിനുമുപരി അവളുടെ കണ്ണീർ ഈ നെഞ്ചം കീറിമുറിക്കും. അവൾ തരുന്ന ഏതു ശിക്ഷയും ഏറ്റുവാങ്ങിയേ മതിയാകും. താനതിന് അർഹനാണ്. പക്ഷേ തമ്മിൽ പിരിഞ്ഞൊരു ജീവിതം മാത്രം സാധ്യമല്ല. കണ്ണുകൾ നീറിത്തുടങ്ങിയപ്പോൾ കോളർ പൊക്കി അമർത്തി തുടച്ചു മനു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ബാത്റൂം ഡോർ തുറക്കുന്ന ശബ്ദമാണ് മനുവിനെ ചിന്തകളിൽ നിന്നുണർത്തിയത്. കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു, താൻ ബെഡിലിരിക്കുന്നതറിഞ്ഞിട്ടും ഒരു നോട്ടം പോലും നൽകാതെ മിററിന് മുൻപിലേക്ക് നടക്കുന്നവളെ. കണ്ണാടിക്ക് മുൻപിൽ ചെന്നു നിന്നുകൊണ്ട് സച്ചു തലയിൽ ചുറ്റിവെച്ച ടവലഴിച്ചെടുത്ത് മുടി അമർത്തി തുടച്ചു. ബെഡിലിരിക്കുന്ന മനുവിൻ്റെ കണ്ണുകൾ കണ്ണാടിയിലൂടെ കാണുന്ന സച്ചുവിലാണ്. കോട്ടൺ ചുരിദാറാണ് വേഷം. തനിക്ക് ഇഷ്ടമില്ലെന്നറിഞ്ഞ് എന്നോ അവൾ ഉപേക്ഷിച്ച ചുരിദാർ. മിഴികൾ അവളുടെ മുഖത്തേക്ക് നീങ്ങിയപ്പോൾ കണ്ടു, കരഞ്ഞു ചുവന്ന് നീരുവെച്ച കൺപോളകളും ഇടുങ്ങിയ മുഖവും. മനുവിന് വേദന തോന്നി. മുടി തുടച്ച ശേഷം മുടിയൊന്ന് ഒതുക്കിക്കെട്ടി മുഖത്ത് ക്രീം തേച്ച് കുഞ്ഞി പുട്ടും കുത്തി സൈഡിൽ വെച്ച ടവലെടുത്ത് ഡ്രൈയിങ് സ്റ്റാൻഡിൽ വിരിച്ചു. ഓരോന്നും ചെയ്യുമ്പോഴും സച്ചുവിൽ കനത്ത നിശബ്ദത നിറഞ്ഞു നിന്നു. അത് കാണേ എന്ത് പറയും, എങ്ങനെ തുടങ്ങും എന്നറിയാതെ മനുവും അസ്വസ്ഥനായി. എല്ലാം എടുത്തു വെച്ച ശേഷം റൂമിന് വെളിയിലേക്ക് ഇറങ്ങാനായി സച്ചു മുൻപോട്ട് നടന്നു. സച്ചു പ്രതീക്ഷിച്ചു നിന്ന ആ വെളിയിൽ അവളുടെ കാലുകൾ നിശ്ചലമായി. തിരിഞ്ഞു മാത്രം നോക്കിയില്ല. മനു മുൻപോട്ട് നടന്ന് പുറകിലൂടെ സച്ചുവിനെ ചുറ്റിപ്പിടിച്ചു. കുതറൽ പ്രതീക്ഷിച്ചെങ്കിലും യാതൊരു പ്രതികരണവും അവളിൽ നിന്നുണ്ടായില്ല. ഇരു കൈകളാൽ അവളുടെ വയറിൽ മുറുക്കെ പിടിച്ചു. മനുവിൻ്റെ മുഖം താഴ്ന്നു വന്നു. സച്ചുവിൻ്റെ തോളിൽ അവ സ്ഥാനം കണ്ടെത്തി. മനുവിൻ്റെ ചൂട് നിശ്വാസം അവളുടെ കവിളിൽ തട്ടി.
സങ്കടത്താൽ വിറയ്ക്കുന്ന അവൻ്റെ ശരീരം കാറ്റുപോലും കടക്കാനാവാത്ത വിധം സച്ചുവിൽ ചേർന്നു നിന്നു. ഞാൻ പറയുന്നതെന്ന് കേൾക്കുമോ മോളെ? അപ്പോഴത്തെ ദേഷ്യത്തിൽ ഒന്നും ഓർക്കാതെ ഇറങ്ങിപ്പോയതാടാ. തെറ്റ് പറ്റിപ്പോയി മോളെ. സച്ചു, ക്ഷമിക്കടി മോളെ. ഇനി ഒരിക്കലും നിന്നെ മറന്ന് ഞാൻ പെരുമാറില്ല മോളെ. അവളിലേക്ക് അമർന്നുകൊണ്ട് പറയുമ്പോഴും ഒരു നിശ്വാസം കൊണ്ടുപോലും മറുപടി നൽകിയില്ലവൾ. അവളുടെ നിർവികാരമായ ഭാവം നോക്കിക്കൊണ്ട് വേദനയോടെ തുടർന്നു മനു. സച്ചു പൊന്നെ, ഏട്ടനോടൊന്നും മിണ്ടടാ. രാവിലത്തെ ടെൻഷനിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാടാ. എന്നെ വെറുക്കല്ലേടി പൊന്നെ. കിരൺ അവൻ എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ, പിണങ്ങിയപ്പോൾ എൻ്റെ കൺട്രോൾ പോയടാ. നിനക്കറിയില്ലേ അവൻ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ഒരിക്കലും പിണങ്ങാത്തവൻ ഞാൻ കാരണമാടാ ദേഷ്യപ്പെട്ടത്. മൈഥിലിയെ കൂടെ കൂട്ടാൻ, സ്നേഹിക്കാൻ ഞാൻ അവനെ നിർബന്ധിച്ചു. അവളുടെ സങ്കടം കണ്ടപ്പോൾ ഇഷ്ടമില്ലാതൊരു ബന്ധത്തിന് അവനെ ഞാൻ നിർബന്ധിച്ചു പോയടാ. മൈഥിലി നല്ല കുട്ടിയാണടാ, അതുകൊണ്ട് മാത്രം ഞാൻ അവനെ നിർബന്ധിച്ചത്. ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് ആരെയും കമ്പൽ ചെയ്യാൻ പാടില്ലെന്ന കാര്യം ഞാൻ ഓർത്തില്ല. അവൻ വല്ലാതെ പൊട്ടിത്തെറിച്ചു എന്നോട്. ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ബോധ്യമായത്. അതുവരെ മനു പറയുന്ന വാക്കുകളിൽ ശ്രദ്ധ കൊടുക്കാതിരുന്നവൾ മൈഥിലി എന്ന വാക്കിൽ കുടുങ്ങി നിന്നു. മൈഥിലിയുടെ സങ്കടം കാണാനും അവളുടെ പ്രണയം നേടിക്കൊടുക്കാനും ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി കിരണുമായി വഴക്കിടുമ്പോഴും അതിനെ ചൊല്ലി കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ഒരിക്കൽ പോലും സച്ചുവിനെയോ അവളുടെ സങ്കടത്തെയോ പരിഗണിച്ചില്ലെന്നോർക്കെ അതുവരെ അവനോടുണ്ടായിരുന്ന അല്പം അനുകമ്പ പോലും ആ നിമിഷം സച്ചുവിൽ നിന്ന് അപ്രത്യക്ഷമായി. നിർവികാരിയായി പാവകണക്കെ നിന്നവൾ അപ്പോഴും സച്ചുവിൻ്റെ ഉള്ളിലെ ചിന്തകൾ അറിയാതെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ വിശദീകരിക്കുവാണ് മനു. ഉച്ചയ്ക്ക് നിന്നെയും കൂട്ടി കിരണിനെ കാണാൻ പോകാൻ വന്നതാണ് ഞാൻ സ്റ്റാഫ് റൂമിൽ. എൻ്റെ സങ്കടം കണ്ടിട്ടും ബ്രേക്ക് ടൈം നീ എന്നെ തേടി വരാതെ സനൂപുമായി സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ സങ്കടം മുഴുവൻ ദേഷ്യമായി പരിണമിച്ചു പോയടാ. തെറ്റ് പറ്റിപ്പോയടാ എനിക്ക്. ഒരിക്കലും നിന്നെ അവിടെ തനിച്ച് നിർത്താൻ പാടില്ലായിരുന്നു. കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാണ്. എൻ്റെ എടുത്തുചാട്ടം, മുൻകോപം എല്ലാം കാരണമാണ്. എന്നോട് ഇത്തവണ കൂടി ക്ഷമിക്കാമോ സച്ചു? ഇനി ഒരിക്കലും ഞാൻ നിന്നെ മറന്നൊന്നും ചെയ്യില്ല. നീ എൻ്റെ പ്രാണനാണ് മോളെ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനില്ല. ഇനി ഒരിക്കലും ഇത്തരമൊരു അബദ്ധം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ എൻ്റെ സച്ചൂട്ടിക്ക്? പറഞ്ഞവസാനിപ്പിക്കുമ്പോഴേക്കും മനുവിൻ്റെ മിഴുനീര് സച്ചുവിൻ്റെ തോളിലൂടെ ഒഴുകിയിറങ്ങി. നിറകണ്ണുകളോടെ തന്നെ സച്ചുവിനെ അവനിലേക്ക് തിരിച്ചു നിർത്തി. ഒരു മൂളലാൽ പോലും പ്രതികരിക്കാതിരുന്ന അവളുടെ മുഖത്തേക്ക് ഒരു മറുപടിക്കായി ഉറ്റുനോക്കി. ക്ഷമിച്ചു. ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് മാത്രം. നിർവികാര ഭാവത്തിൽ അത് പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ കൈകൾ വിടുവിച്ചു സച്ചു. ഒരു നോക്ക് പോലും അവനെ മുഖമുയർത്തി നോക്കാതെ ഇടറുന്ന കാലടികളോടെ പുറത്തേക്ക് നടക്കുന്ന അവളുടെ മനസ്സിലിപ്പോൾ വേദന നിറയ്ക്കുന്ന തിരിച്ചറിവുകളാൽ സംഘർഷഭരിതമായിരുന്നു. മൈഥിലിക്ക് വേണ്ടി വാദിക്കുന്ന മനു, മൈഥിലിയുടെ സങ്കടം സഹിക്കാനാവാത്ത മനു, അവളുടെ ഇഷ്ടം നേടിക്കൊടുക്കുന്നതിനു വേണ്ടി സുഹൃത്തിനോട് വഴക്കിടുന്ന മനു. എന്നാൽ എൻ്റെ കാര്യത്തിലോ? മനു എൻ്റെ വേദന കാണുന്നുണ്ടോ? ഇല്ല, എൻ്റെ വേദന കാണാത്ത മനു, എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത മനു, സനൂപിൻ്റെ കൂടെ സംസാരിക്കുന്ന എന്നെ കാണുമ്പോൾ സംശയത്താൽ ദേഷ്യപ്പെടുന്ന മനു, കിരണിന് വേണ്ടി ജീവൻ പോലും അപകടത്തിലുള്ളവളെ മറന്നുകൊണ്ട് അവന് പുറകെ പോകുന്ന മനു, കിരണിനെ തിരികെ ലഭിച്ചപ്പോൾ പോലും അവളെ ഒരിക്കൽ പോലും ഓർക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാത്ത മനു. എന്ന് വെച്ചാൽ എൻ്റെ ജീവന് പോലും വലിയ വിലയില്ല. ഞാൻ കൂടെ ഉള്ളതും ഇല്ലാത്തതും ഒന്നും അവനെ കാര്യമായി ബാധിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ആരാണ് അവനെ? അവൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം എന്താണ്? ഒന്നുമില്ല. എല്ലാവർക്കും താഴെ കടുക് മണിയോളം പോലും പ്രാധാന്യമില്ലാത്തവൾ. താലി കെട്ടിപ്പോയി എന്നൊരു ബന്ധം കൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് കൂടെ നിർത്തുന്നവൾ. ഇന്നും അവൻ പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹിച്ചവൾക്ക് മാത്രം. അവളുടെ വേദനകളിൽ സ്വയം വേദനിക്കുന്നവൻ, അവളുടെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കുവാൻ ശ്രമിക്കുന്നവൻ. അവന് മുന്നിൽ ഈ സച്ചുവോ? വെറും ഒരു പെണ്ണ് മാത്രം. അവൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശരീരം മാത്രം.
സ്നേഹമുണ്ടെങ്കിൽ, ജീവനോളം ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ അവൻ കോളേജിൽ തനിച്ച് വിടില്ലായിരുന്നു. കള്ളമാണ് അവൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കും കള്ളം മാത്രമാണ്. ബന്ധങ്ങൾ മനസ്സിലെ തുലാസിൽ തൂക്കി നോക്കുമ്പോൾ സച്ചുവിൻ്റെ ഭാഗത്തിന് ഒട്ടും കനമില്ലെന്ന് അവൾക്ക് തോന്നി. റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ സച്ചു ഹാളിലിരിക്കുന്ന കിരണിനെയും ആൽഫിയെയും മിഥുനെയും കണ്ടിരുന്നു. കിരണിനെ ഒന്ന് നോക്കാൻ പോലും ആ സമയം അവൾക്ക് തോന്നിയില്ല. മുഖം താഴ്ത്തി വേഗം കിച്ചണിലേക്ക് നടക്കുമ്പോഴേക്കും കിരൺ അവളെ കണ്ടു. അല്പം പരുങ്ങലോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റവൻ, സച്ചു, ഞാൻ സോറിടി, എനിക്ക് പെട്ടെന്ന്. പുറകിൽ നിന്ന് വിശദീകരണം നൽകുന്നവൻ്റെ ശബ്ദം കേൾക്കെ കണ്ണുകൾ ഒന്നടച്ചു സച്ചു. എടുത്ത തീരുമാനം ഒന്നുകൂടി ഊട്ടുറപ്പിച്ചുകൊണ്ട് ഭാവഭേദമൊന്നുമില്ലാതെ തിരിഞ്ഞു നോക്കി അവൾ. കിരണിരിക്ക്, ഞാൻ എല്ലാവർക്കും ചായ എടുക്കാം. കിരണിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ സച്ചു സംസാരിച്ചിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ഇനി എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാതെ കിരൺ പരുങ്ങി. പിണക്കമോ ദേഷ്യമോ ഒന്നും കാണിക്കാതെ സച്ചുവിൻ്റെ ഭാവം മൂവരിലും അതിശയം തീർത്തു. വൈകുന്നേരം അവൾ അനുഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇതുപോലൊരു ഭാവം ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദേഷ്യപ്പെടുകയോ പൊട്ടിക്കരയുകയോ പിണങ്ങുകയോ ചെയ്യുമെന്ന് കരുതിയവൾ യാതൊരു ഭാവമാറ്റവുമില്ലാതെ എന്നുമുള്ളതുപോലെ പെരുമാറുന്നു. കിരൺ ദീർഘമായി ശ്വാസമെടുത്തു വിട്ടു. ഉള്ളിലുള്ള പിടച്ചിലിന് ആശ്വാസം തോന്നി അവന്. സച്ചുവിൻ്റെ സംസാരം കേട്ടുകൊണ്ടാണ് മനു ഹാളിലേക്ക് വരുന്നത്. ഡാ അബി, സച്ചുവിനെ പറഞ്ഞു നീ കൺവിൻസ് ചെയ്തല്ലേ? ഹോ, ഇപ്പടാ സമാധാനമായത്. അവൾ ദേഷ്യപ്പെടുവോ പിണങ്ങോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലായിപ്പോയി. അവൾ കൂളായി പെരുമാറിയടാ. ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് ഞാൻ കോളേജിൽ നിന്നിറങ്ങി. എന്തായാലും സച്ചു മിണ്ടിയല്ലോ, ദൈവത്തിന് നന്ദി. കിരൺ സന്തോഷത്തോടെ പറഞ്ഞു. സച്ചുവിൻ്റെ പെരുമാറ്റം പക്ഷേ മനുവിൻ്റെ ഉള്ളിൽ അസ്വസ്ഥത നിറച്ചു. സച്ചുവിനെ മനസ്സിലാക്കിയെടുത്തോളം സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പക്ഷേ ഇവിടെ അവൾ എന്തുകൊണ്ട് അവളുടെ വികാരങ്ങളെ പുറത്തു കാണിക്കുന്നില്ല? മനുവിൻ്റെ മനസ്സിൽ സച്ചുവിൻ്റെ നിർവികാരമായ പെരുമാറ്റം സംശയം നിറച്ചു. കിരൺ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ മനു അവരുടെ കൂടെ തന്നെ ഇരുന്നു. പക്ഷേ അപ്പോഴും അവൻ്റെ ഉള്ളം അവനോടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് സാധാരണമല്ല, അസാധാരണമാണ്. മനു വേവുന്ന ഉള്ളത്തെ അടക്കി വെച്ചുകൊണ്ട് മിഥുനിനെ നോക്കി. സച്ചുവിൻ്റെ പിണക്കം ഇത്ര വേഗം മാറിയോ എന്ന സംശയം പരസ്പരം പറയുകയാണ് മിഥുനും ആൽഫിയും. കാർ നമ്പർ നോട്ട് ചെയ്തിരുന്നോ മിഥു? നമുക്ക് CCTV ഫൂട്ടേജ് ഒന്ന് കളക്ട് ചെയ്യണം, ഞാനും കൂടെ വരാം. അവിടെയുള്ള കടകളിലൊക്കെ CCTV ഉള്ളത് കൊണ്ട് തന്നെ കാർ ഏതാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നി മനുവിന്. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലടാ, കാറിനുള്ളിൽ നവീനാണ്, ഞങ്ങൾ വ്യക്തമായി കണ്ടിരുന്നു അവനെ. ആൽഫിയുടെയും മിഥുനിൻ്റെയും മുഖത്ത് ഗൗരവം നിറഞ്ഞു. ആ നിമിഷം അവരുടെ കൺമുന്നിലൂടെ സച്ചുവിനെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു വന്ന കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നവൻ്റെ മുഖമാണ് തെളിയുന്നത്. ആ ഡാഷ് മോൻ ഇറങ്ങുമ്പോൾ തന്നെ പണി തരാൻ തുടങ്ങിയോ? ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവൻ ഒരിക്കലും എഴുന്നേക്കാത്ത വിധം കിടത്തത്തിൽ കിടത്തണം അവനെ. അബി, ആൽഫി, മിഥു, അവൻ്റെ കാര്യം ഇനി നിങ്ങൾ നോക്കണ്ട. അവനുള്ള ശിക്ഷ എൻ്റെ പെങ്ങളോടുള്ള എൻ്റെ പ്രായശ്ചിത്തമായിരിക്കും. അവൻ്റെ കാര്യം ഞാൻ ഏറ്റു. നവീനാണെന്നറിയെ കിരണിൽ ദേഷ്യമുയർന്നു. ഇനി ഒരിക്കലും ഉയരാനാവാത്ത വിധം അവനെ തളർത്താൻ കിരൺ ആ നിമിഷമുള്ളിൽ തീരുമാനിച്ചു. വേണ്ട കിരണേ, സച്ചുവിനെ ഉപദ്രവിക്കാൻ നോക്കിയവനിട്ട് കൊടുക്കേണ്ടവൻ ഞാനാണ്. അത് ഞാൻ തന്നെ ചെയ്യും. മനു കിരണിനെ തടഞ്ഞു. അങ്ങനെ ഇപ്പോൾ ആരും തനിച്ച് ചെയ്യേണ്ട. തല്ലാനായാലും കൊല്ലാനായാലും 4 പേരും ഒന്നിച്ച്. മനുവിനെ സമ്മതിക്കാതെ മിഥുൻ ചാടിക്കയറി പറഞ്ഞു. ആൽഫിക്കും അതേ അഭിപ്രായം. കിരണിന് തനിച്ച് പണിയണമെന്നുണ്ടെങ്കിലും അവസാനം ആരും സമ്മതിക്കാതെ വന്നപ്പോൾ എന്നാൽ ഒരുമിച്ച് പണിയാമെന്നായി. ആദ്യം അവനെ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്യണം. മിക്കവാറും അവരുടെ ഏതെങ്കിലും ഹൈഡിങ് പ്ലേസിലുണ്ടാകും. ആദ്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവരുടെ ഗ്യാങ്ങിൽ പണ്ടുണ്ടായ ഒരുത്തനെ എനിക്കറിയാം. ഇപ്പോൾ അവൻ നല്ല പിള്ളയായി എൻ്റെ ഇച്ചായന്മാരുടെ കൂടെയുണ്ട്. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആൽഫി പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിൽ നിന്നെടുക്കുമ്പോഴാണ് സച്ചു 4 പേർക്കും ചായയും കൊണ്ടുവന്നത്. ട്രേയിൽ കൊണ്ടുവന്ന ചായയും സ്നാക്സും ടീ ടേബിളിൽ വെച്ചു അവൾ. ആരെയും ഒന്ന് നോക്കുകയോ പറയുകയോ ചെയ്യാതെ സച്ചു കിച്ചണിലേക്ക് നടന്നു. നീ കുടിക്കുന്നില്ലേ സച്ചു?
മുൻപിൽ കാണുന്ന 4 ഗ്ലാസുകളെ നോക്കി കിച്ചണിലേക്ക് നടക്കുന്ന സച്ചുവിനെ വിളിച്ചു മനു. ഞാൻ കുടിച്ചു. ഒട്ടും സമയം കളയാതെ മറുപടിയും വന്നു. വൈകുന്നേരത്തെ ചായ എന്നും ഒരുമിച്ചാണ് കുടിക്കാറുള്ളത്. കിരണും കൂടെ ഉണ്ടെങ്കിൽ ചായ കുടിച്ചു തീരുന്നതിനിടയിൽ തന്നെ 100 തവണയെങ്കിലും എന്തേലും വളിച്ച കോമഡികൾ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടാവും. ഇന്നവൾ കൂടെയിരിക്കാതെ കുടിച്ചെന്ന് പറഞ്ഞപ്പോൾ മനുവും ബാക്കി 3 പേരും വല്ലാതായി. പിണക്കമുണ്ടെങ്കിലും കാഠിന്യം കുറവാണെന്ന് തോന്നി അവർക്ക്. മനുവിന് പിണക്കമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ശരിക്കു പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. ഒന്നും പ്രകടിപ്പിക്കാത്ത നിർവികാരഭാവം അവനെ വല്ലാതെ ഉലച്ചിരുന്നു. പിണക്കുണ്ട് ടോബി, മിഥു മനുവിനെ നോക്കി പറഞ്ഞു. കുഞ്ഞു പിണക്കമാണെന്നാ തോന്നുന്നേ. ആൽഫിക്കും കിരണനും അത് തോന്നി. ഞാൻ ആ പിണക്കത്തെ ഇന്ന് രാത്രി കൊണ്ട് അലിയിച്ചോളാം. അതുവരെ ഉള്ളിലുണ്ടായിരുന്ന സകല വേവലാതികളെയും മായ്ച്ചു കൊണ്ടൊരു കുസൃതി ചിരി വിരിഞ്ഞു മനുവിൽ. അതുവരെ സച്ചുവിനെ ഓർത്തുള്ള ആശങ്ക മാറിയതോടെ മനുവും മറ്റുള്ളവരും നവീനെക്കുറിച്ചും മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും തീരുമാനങ്ങളെടുത്തു. അപ്പോഴേക്കും ആൽഫി അവൻ പറഞ്ഞ ആളെ വിളിച്ചു. നവീനെക്കുറിച്ച് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ആൾക്കറിയില്ല. എന്നാലും പരിചയമുള്ളവരോട് അന്വേഷിച്ച് വേഗം തന്നെ നവീനെക്കുറിച്ച് വിവരം നൽകാമെന്ന് പറഞ്ഞു. രാത്രി വരെ ആളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും അവസാനം ഒന്നും അറിഞ്ഞില്ല. നാളെ രാവിലത്തോടെ വിവരം തരാമെന്ന് മറുപടി കിട്ടിയതോടെ എല്ലാവരും പിരിഞ്ഞു. അവരവിടെ ഉണ്ടായിരുന്ന മണിക്കൂറുകളിൽ ഒന്നും തന്നെ സച്ചു അവർക്കിടയിൽ വന്നിരുന്നില്ല. അവസാനം പോകാൻ നേരത്ത് മിഥുൻ സച്ചുവിനെ വിളിച്ചപ്പോൾ മാത്രം ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ഞങ്ങൾ എന്നാ ഇറങ്ങുകയാണേ, നാളെ വരാം. അപ്പോഴേക്കും 2 പേരും കൂടി മറ്റന്നാളത്തെ ട്രിപ്പ് പ്ലേസ് ഡിസൈഡ് ചെയ്യട്ടോ. മിഥുൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് യാത്ര ചോദിച്ചു. മറുപടിയായി തെളിച്ചമില്ലാത്തൊരു ചിരി മാത്രം ലഭിച്ചു മൂവർക്കും. അവരിറങ്ങിയപ്പോൾ ഡോർ അടച്ചു ലോക്ക് ചെയ്ത് തിരിഞ്ഞ മനു കാണുന്നത് റൂമിലേക്ക് പോകാൻ ഒരുങ്ങുന്നവളെയാണ്. സച്ചു, ഇവിടെ ഇരിക്കാമോ? അടുത്തിരുന്ന് സംസാരിച്ച് ഉള്ളിലെ പരിഭവവും പിണക്കവുമൊക്കെ അലിയിച്ചു കളയാനായി വിളിച്ചു മനു. എനിക്ക് നാളെ ക്ലാസ് എടുക്കാനുള്ള കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. മനുവേട്ടന് കഴിക്കാറായോ? ഒരു പിണക്കവും ഇല്ലാത്ത പോലൊരു ചോദ്യം കേട്ടപ്പോൾ ഇല്ലെന്ന് യാന്ത്രികമായി തലയാട്ടിയവൻ. പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ക്ലീൻ ചെയ്യുമ്പോഴുമൊക്കെ മനു ചോദിക്കുന്നതിന് മറുപടി നൽകിയിരുന്നു അവൾ. എന്നാൽ അതിൽ കൂടുതൽ ഒരു വാക്ക് പോലും സച്ചു പറഞ്ഞില്ല. മനു അത് ശ്രദ്ധിച്ചിരുന്നെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചേർത്തു നിർത്തലിലും കുഞ്ഞുമ്മയിലും തീരുന്ന പിണക്കം മാത്രമായാണ് അവനത് കണ്ടത്. രാത്രി മനു ഫ്രഷായി ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോഴേക്കും സച്ചു കിടന്നിരുന്നു. അരണ്ട വെളിച്ചത്തിൽ അവനെ പിന്തിരിഞ്ഞു കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് തന്നെ മനു ബെഡിലേക്കിരുന്നു. കുഞ്ഞു പിണക്കമാണ്, അല്ലെങ്കിൽ ഒരിക്കലും അവൾ ഈ ബെഡിൽ കിടക്കില്ലെന്നോർക്കെ അവൻ്റെ ഉള്ളം കുളിർന്നു. അടുത്ത സാമീപ്യം മനസ്സിലാക്കിയിട്ടും സച്ചു ഒന്ന് പിന്തിരിഞ്ഞു പോലും നോക്കിയില്ല. മനു അവളിലേക്ക് ചേർന്നു കിടന്നു. ഒരു കൈയാൽ തല താങ്ങിക്കൊണ്ട് മറുകൈയാൽ സച്ചുവിൻ്റെ ഉദരത്തിലൂടെ കൈയിട്ടു ചേർത്ത് പിടിച്ചു. ചെരിഞ്ഞു കിടക്കുന്നവളുടെ പുറകിൽ ചേർന്ന് നിൽക്കുന്നവൻ്റെ നിശ്വാസം അവളുടെ കഴുത്തിലും ചെവിത്തട്ടിലും തട്ടിത്തടഞ്ഞു കടന്നുപോയി. മനുവിൻ്റെ ചുണ്ടുകൾ സച്ചുവിൻ്റെ കാതോരമെത്തി. സോറി മോളെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു ചെവിയിൽ ചെറുമുത്തം നൽകി. അപ്പോഴും അവളൊന്ന് വിറച്ചത് കൂടിയില്ല. എന്നോട് പിണക്കമാണോ സച്ചൂട്ടി? തെറ്റ് പറ്റിപ്പോയടാ. ഈ തവണത്തേക്ക് മാത്രം ഒന്ന് ക്ഷമിക്കാമോ പ്ലീസ്? എൻ്റെ പൊന്നല്ലേ, ഇനി ഒരാപത്തും വരുത്താതെ ഞാൻ കാത്തോളാം എൻ്റെ പൊന്നിനെ. നീ എൻ്റെ പ്രാണനല്ലേടി. നിന്നെ എങ്ങനെ ഒരുത്തിന് കൊല്ലാൻ കൊടുക്കുമോ ഞാൻ? ആ നവീൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് അറിഞ്ഞില്ലടാ. പറ്റിപ്പോയി മോളെ, എന്നോടൊന്ന് ക്ഷമിക്കാവോ? നിൻ്റെ സങ്കടം തീരുവോളം വേണേൽ എന്നെ തല്ലിക്കോ. ഇങ്ങനെ മിണ്ടാതെ ചിരിക്കാതെ നടക്കല്ലേടി. പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ സച്ചുവിനെ മുറുക്കെ പുണർന്നുകൊണ്ട് കഴുത്തിൽ ചുംബിച്ചു. ചുംബനങ്ങൾ വർഷിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ നീര് പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. ചെറുതായി ആ നീർക്കണങ്ങൾ സച്ചുവിൻ്റെ കഴുത്തിനെ നനയിച്ചു. എന്നിട്ടും മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ പതിവ് പിണക്കങ്ങൾ മാറ്റാൻ മനു എടുക്കാറുള്ള അടവുകൾ എടുത്തു തുടങ്ങി. രാത്രി പിണങ്ങിയിരിക്കുന്നവളുടെ പിണക്കങ്ങൾ എപ്പോഴും അവൻ മാറ്റാറുള്ളത് ഒത്തുചേരലുകളിലൂടെയാണ്. അത്തരം കുഞ്ഞു പിണക്കങ്ങൾ പോലെ ആണ് ഇതെന്നുമുള്ള ധാരണയിൽ അവൻ്റെ കൈകൾ അവളിൽ ചലിച്ചു തുടങ്ങി.
ഒരിക്കൽ പോലും അവൾ തടയാതെ വന്നപ്പോൾ പിണക്കത്തിൻ്റെ തോത് കുറഞ്ഞു വന്നെന്ന ധാരണയിൽ മനു കൂടുതൽ അവളിലേക്ക് ചേർന്നു. വസ്ത്രങ്ങൾ അടർത്തി മാറ്റുമ്പോഴും അവളിൽ ചുംബനങ്ങൾ വർഷിക്കുമ്പോഴും അവനെ ഒരിക്കൽ പോലും സച്ചു കണ്ണു തുറന്നു നോക്കിയില്ല. ആവേശം മുന്നിട്ട് നിന്നപ്പോൾ മനുവും അത് ശ്രദ്ധിക്കാതെ പോയി. അവളിലേക്ക് പ്രവേശിച്ചു ചലിച്ചു തുടങ്ങുമ്പോൾ പോലും സച്ചുവിൻ്റെ കൈകൾ അവനെ പൊതിഞ്ഞില്ല, തലോടിയില്ല, ചേർത്ത് നിർത്തിയില്ല, ചെറു സ്പർശനം പോലും തിരികെ നൽകിയില്ല. ഒരു പ്രതിമ കണക്കെ അവൻ്റെ മുൻപിൽ കിടന്നു സച്ചു. ഞെട്ടലോടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ മനു അവളിൽ നിന്ന് പിൻവാങ്ങി നടുക്കത്തോടെ സൈഡിലേക്കിരുന്നു. കണ്ണുകൾ അടച്ച് കൈകൾ ബെഡ്ഷീറ്റിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നവളെ കാണെ അവൻ്റെ നെഞ്ചു പൊട്ടി. നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ മനുവിൻ്റെ കൈകൾ സച്ചുവിൻ്റെ കവിളിനെ പൊതിഞ്ഞു. സച്ചു മോളെ ഡാ. മനുവിൻ്റെ വിളിയിൽ കണ്ണുകൾ തുറന്നവളെ കാണെ മനുവിൽ നെഞ്ചു വിങ്ങിപ്പോയി. ചുവന്ന കണ്ണുകളോടെ മിഴികൾ പെയ്യാതെ തടഞ്ഞു നിർത്തി മുറുകിയ മുഖത്തോടെ നോക്കുന്ന സച്ചു. തീക്ഷ്ണമാണ് ആ മിഴികൾ. മനുവിനെ ചുട്ടരിക്കാൻ പാകത്തിന് എരിയുന്ന തീയുണ്ടവിടെ. ആവശ്യം കഴിഞ്ഞെങ്കിൽ എനിക്ക് ഉറങ്ങണം. 4 ചുവരുകളെ തട്ടിത്തടഞ്ഞ ശബ്ദം പ്രകമ്പനം കൊണ്ടു. തുടരും. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിലെ സച്ചു ചിന്തിക്കുന്ന പല കാര്യങ്ങളും സച്ചുവിൻ്റെ തോന്നലുകളാണ്. മനുവിൻ്റെ ആ സമയത്തെ പെരുമാറ്റം കാരണം അവൾക്കുള്ളിലുണ്ടായ ചില തോന്നലുകൾ. അതിനർത്ഥം മനു അവളെ പ്രണയിക്കുന്നില്ലെന്നോ അല്ലെ സച്ചുവിന് മനുവിനോട് ഇഷ്ടമില്ലെന്നോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ശ്രദ്ധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വിങ്ങലും വേദനയൊക്കെ ഉണ്ടാവില്ലേ? ആ വിങ്ങലും വേദനയൊക്കെയാണ് നമ്മുടെ സച്ചു ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടുപേരെയും നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ വില്ലനെ ഇറക്കാൻ. അപ്പോൾ അടുത്ത ഭാഗവുമായി നാളെ വീണ്ടും വരാം.